നമസ്കാരം. യുദ്ധം ചെയ്തത് അത് ഗത്യന്തരമില്ലാതെയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അഭിപ്രായ പ്രകടനം. ഇല്ലായിരുന്നുവെങ്കിൽ ഇറാൻ പശ്ചിമേഷ്യക്ക് തന്നെ വലിയ ഭീഷണിയാകുമായിരുന്നു. ഇസ്രായേൽ ഉണ്ടാവുക പോലും ഇല്ല എന്നാണ് ന്യായീകരണമായി ട്രംപ് പറയുന്നത്. വിശദമായി നമുക്ക് നോക്കാം. ആദ്യം തലക്കെട്ട്. യുദ്ധം ചെയ്തത് പശ്ചിമേഷ്യക്ക് മുഴുവൻ ഇറാൻ ആശങ്കയായ ഘട്ടത്തിലെന്ന പ്രസിഡന്റ് ട്രംപ്. ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇന്നുണ്ടാകില്ല. ഇറാനുമായി വെടിനിർത്തൽ കരാറുണ്ടാക്കാൻ തിടുക്കമില്ലെന്നും ട്രംപ്. എല്ലാ വശങ്ങളും പരിശോധിക്കും. കരാറുണ്ടാക്കിയാൽ ഹോർമുസ് പൂർണ്ണമായും തുറക്കും. കർണാടകയിൽ ഇനി DK സർക്കാർ 3-ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ലോക്ഭവനിൽ സിദ്ധരാമയ്യയ്ക്കും മറ്റ് നേതാക്കൾക്കുമൊപ്പം ഗവർണറെ കണ്ട് DK ശിവകുമാർ. കേദാർനാഥ് ക്ഷേത്രത്തിൽ വൻ തിരക്ക്. മലനിരകളിലൂടെയുള്ള ട്രക്കിംഗ് പാതയിൽ നീണ്ട നിര. ഇടുങ്ങിയ പാതകളിലൂടെ കൂടുതൽ പേരെ കടത്തിവിട്ടത് തിരക്കിന് കാരണം. പോലീസ് ഉദ്യോഗസ്ഥർക്കും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ക്ഷേത്ര ദർശനം നടത്തിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള നിരവധി പ്രമുഖർ. സംസ്ഥാനത്ത് മഴക്കാലം വരവായി. കാലവർഷം കന്യാകുമാരി തീരത്ത് 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ജൂൺ 3 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യും. കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തെക്കു പടിഞ്ഞാറൻ കാലവർഷം അടുത്തയാഴ്ചയെത്തും. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ CPM-ന് കോടതിയിൽ തിരിച്ചടി. രാജ്യത്തിനെതിരായ കുറ്റകൃത്യമെന്ന് നിരീക്ഷണം. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നിരസിച്ചു. ആസൂത്രിത ആക്രമണമാണെന്നതിന് തെളിവുണ്ടെന്നും കോടതി. അറസ്റ്റിലായത് 25 പേർ. പോലീസ് കസ്റ്റഡിയിൽ 3 പേരും. പോലീസിനെതിരായ പരാതിയിൽ മൊഴി നൽകാൻ അൻസിബ അല്പസമയത്തിനകം തൃക്കാക്കര ICPക്ക് മുന്നിൽ ഹാജരാകും. പരാതിയുമായി എത്തിയപ്പോൾ ഹിൽ പാലസ് സ്റ്റേഷനിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് അൻസിബയുടെ പരാതി. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ ക്രൂരമായി കൊന്ന കേസിൽ അമ്മയുടെ 2ാം ഭർത്താവ് കുറ്റം സമ്മതിച്ചു. കൊന്നത് തലക്കടിച്ച്. പ്രകോപനമായത് കുഞ്ഞ് നിർത്താതെ കരഞ്ഞതെന്ന മൊഴി. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകളും പരിക്കുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുഖ്യമന്ത്രി VD സതീശന് ഇന്ന് 62ാം പിറന്നാൾ. ജന്മനാടായ പറവൂരിൽ ജന്മദിനം ആഘോഷിക്കാൻ സതീശൻ ആശംസകൾ നേർന്ന് രാഷ്ട്രീയ കേരളം. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ TU കുരുവിളയ്ക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് കോതമംഗലം ചേലാടിൽ. അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് നേതാക്കൾ. ഒൻപതിന് വാർത്തയിലേക്ക് വിശദമായി. US ഇറാനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഇറാന്റെ ആണവ പദ്ധതികൾ പശ്ചിമേഷ്യക്ക് മുഴുവൻ ഭീഷണിയായ ഘട്ടത്തിൽ മാത്രമാണ് US ആക്രമണത്തിന് മുതിർന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇന്ന് ഉണ്ടാകില്ലായിരുന്നുവെന്നും ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. You look at what happened with Iraq. We did so bad. That was such a foolish thing, what we did. Shouldn't have been there in the first place, by the way. And shouldn't have been in Iran. But Iran has the capability. If we didn't hit them with the B-2 bombers 9 months ago, they would have a nuclear weapon right now, and it would be a whole different story. Probably would have used it. You probably wouldn't have had you wouldn't have had Israel, but you probably wouldn't have had a Middle East. And then where do they go from there? സമാധാന കരാർ നീളാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഇറാനുമായി കരാറുണ്ടാക്കുന്നതിൽ US-ന് യാതൊരു തിടുക്കവുമില്ല എന്നും ട്രംപ് പറയുന്നു. ഒന്നും ആലോചിക്കാതെ ഒരു കരാർ ഒപ്പിട്ടാൽ അത് അബദ്ധമാകും. അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചാകും ചർച്ചയെന്നും കരാർ സാധ്യമായാൽ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുമെന്നും ട്രംപ് പറയുന്നു. അജയ് സുധാബിജു കൂടുതൽ വിവരം നൽകും. അജയ്,
ഗത്യന്തരമില്ലാതെ ആക്രമിച്ചു എന്ന് ട്രംപ് പറയുന്നു, യുദ്ധത്തെ ന്യായീകരിക്കുന്നുമുണ്ട്. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാകുന്നില്ല. എൽദോ, ട്രംപ് നിലവിൽ ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തെ മുൻപ് അമേരിക്ക ഇറാഖിൽ നടത്തിയിട്ടുള്ള ആക്രമണവുമായി താരതമ്യം ചെയ്താണ് ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത്. അദ്ദേഹം തന്റെ ഫോക്സ് ന്യൂസിലെ അഭിമുഖം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ട്രൂ സോഷ്യൽ വഴി അറിയിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അഭിമുഖത്തിൻ്റെതായിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ച് ട്രംപ് നിരവധി കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പുതിയ സമാധാന കരാറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വെടിനിർത്തലിനെ സംബന്ധിച്ചോ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ പുതിയൊരു കരാർ ഉണ്ടാക്കാൻ തനിക്ക് തിടുക്കമില്ല എന്ന് മാത്രമാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ട്രംപ് പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, തങ്ങൾ നിലവിൽ ഇറാനിൽ ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇതിനെ ഇറാഖുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. അതായത് മുൻപ് അമേരിക്ക ഇറാഖിൽ നടത്തിയിട്ടുള്ള ആക്രമണം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 2003 വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അത് ഇറാനിലുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്ക ഇറാഖിൽ വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആയുധം അമേരിക്ക ആരോപിക്കുന്നത് പോലെ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അത് കണ്ടെത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നീട് അവർ ഇതിന് ഖേദപ്രകടനമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നിലവിൽ ഈ ഇന്റർവ്യൂവിൽ കോട്ട് ചെയ്തുകൊണ്ട് ട്രംപ് പറയുകയാണ്, ഇറാഖിൽ അമേരിക്ക ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ്, നമ്മൾ ഒരിക്കലും ഇറാഖിനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുന്നത്, സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇറാനിലും ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു, പക്ഷേ ഇറാഖിനെ പോലെയല്ല ഇറാന് ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. അമേരിക്ക 9 മാസം മുൻപ് B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാനിലുള്ള ഈ ആണവായുധ നിർമ്മാണശാലകൾ നശിപ്പിച്ച് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവർ ഒരു ആണവായുധം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇസ്രയേലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇന്ന് ബാക്കി കാണില്ലായിരുന്നുവെന്നുമാണ് ട്രംപ് പറയുന്നത്. അതായത് ഇസ്രയേലിനെയും മിഡിൽ ഈസ്റ്റിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയത്. അല്ലാതെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഒരാഗ്രഹവുമില്ലായിരുന്നു. ഇറാനിൽ ആക്രമണമല്ലാതെ നടത്താൻ പാടില്ലായിരുന്നുവെന്നാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഇനി ഇറാഖിന് സമാനമായി വർഷങ്ങൾക്ക് ശേഷം ഈ ഇറാനിൽ ആക്രമണം നടത്തിയത് മണ്ടത്തരമായിരുന്നുവെന്ന് അന്ന് മറ്റൊരു പ്രസിഡന്റ് പറയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സമാധാന കരാറിനെ സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ കൂടി ട്രംപ് പറയുന്നുണ്ട്. അതായത് ട്രംപ് പറയുന്നത്, ഇറാനുമായിട്ട് പെട്ടെന്നൊരു സമാധാന കരാർ ഉണ്ടാക്കുന്നതിൽ തനിക്ക് യാതൊരുവിധ തിടുക്കവുമില്ല. പതിയെയാണെങ്കിലും ഒരു കരാർ ഇറാനുമായിട്ട് ഉണ്ടാക്കാനാണ് തനിക്ക് താല്പര്യം. അതിന് കാരണം കൂടി ട്രംപ് എടുത്തു പറയുന്നുണ്ട്. പെട്ടെന്നൊരു കരാർ ഇറാനുമായിട്ട് തിടുക്കം പിടിച്ച് ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിരവധി അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു താമസിച്ചാണെങ്കിലും ഒരു നല്ല കരാർ ഇറാനുമായിട്ട് ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു കരാർ ഉണ്ടായാൽ ഹോർമുസ് കടലെടുക്ക് അടിയന്തരമായി തുറന്ന് ഗതാഗതം അനുവദിച്ചു കൊടുക്കുമെന്നും ട്രംപ് പറയുന്നു. തങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ഇറാനെ ആക്രമിച്ച് കീഴടക്കി ഇത്തരമൊരു ഡീലിലേക്ക് എത്താവുന്നതാണ്. പക്ഷേ അത് നിരവധി നിരപരാധികളുടെ ജീവൻ അതിന് ബലി കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ ആളുകളുടെ ജീവൻ അതിനുവേണ്ടി നശിപ്പിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചായാലും നല്ലൊരു കരാറിലേക്ക് എത്തിച്ചേരാൻ അമേരിക്ക ശ്രമിക്കുന്നതുമെന്നുമാണ് ട്രംപ് നിലവിൽ ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള കരട് രേഖ, ഇതിലാണെങ്കിലും ട്രംപിന് അതൃപ്തിയുള്ള നിരവധി കാര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ ഈ അഭിമുഖത്തിൽ ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് തള്ളിക്കളഞ്ഞാൽ അന്നുന്നയിക്കാനിരിക്കുന്ന ഒരു ന്യായീകരണങ്ങൾക്ക് ഒരു വഴി തെളിയിക്കുകയാണ് ട്രംപ് ഈ അഭിമുഖത്തിലൂടെ ചെയ്യുന്നതെന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കരുതാനാകും. ചിലപ്പോൾ അത് കാരണം തന്നെയാകും ട്രംപ് ഈ സമാധാന ചർച്ചകളിലുള്ള തൻ്റെ നിലപാട് അറിയിക്കാൻ ഇത്തരത്തിൽ ഒരു കാലതാമസം വരുത്തുന്നത്. അജയ്, ഈ US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞത് കരാർ ഒപ്പിടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈന്യത്തെ നേരിടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ കരാർ നീളുന്നു എന്നതിനൊപ്പം തന്നെ US അവിടെ ഒരു യുദ്ധസാധ്യത അല്ലെങ്കിൽ വീണ്ടും നേരിട്ടുള്ള ആക്രമണം തുടർന്നേക്കുമെന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നില്ലേ?
തീർച്ചയായിട്ടും പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സറ്റ് അത്തരമൊരു കാര്യം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. സാധാരണ ട്രംപാണ് ഇത്തരം ഭീഷണികൾ മുഴക്കാറുള്ളത്. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രതികരണം അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അല്ലാതെ ഇറാനുമായിട്ടുള്ള സമാധാന കരാർ, ഈ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കരട് രേഖ, അതിൽ ട്രംപിൻ്റെ ഈ അന്തിമ തീരുമാനം ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല. പീറ്റ് ഹെക്സറ്റ് പറയുന്നു, ഇറാൻ എന്തെങ്കിലും തരത്തിൽ ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക നടത്തും. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ അമേരിക്ക തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈയൊരു അമേരിക്കയുടെ നിലവിലുള്ള നിലപാട് അത് നീണ്ടുപോവുകയാണ് എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനാകുന്നത്. ഇറാന്റെ പ്രതികരണങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ സൂചിപ്പിക്കുന്നത് ട്രംപ് അവകാശപ്പെട്ടതുപോലെ ഒരു ആണവായുധ കരാറിനുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. നിലവിൽ ഉള്ള ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലാണെങ്കിലും ഈ സമാധാന കരാറിലാണെങ്കിലും ആണവായുധ വിഷയങ്ങൾ ഇറാൻ ഭാഗമാക്കിയിട്ടില്ല എന്നാണ് IRGCയുമായി അടുത്ത ബന്ധമുള്ള ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കുന്നതാണെങ്കിലും ഇറാന്റെ സുരക്ഷയെ മാനിച്ചുകൊണ്ടായിരിക്കും എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ ഇറാന് അമേരിക്ക ഒരു $12 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നും ഇത്തരം റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇതൊന്നും അമേരിക്ക അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ ഇറാനിൽ നിന്ന് വന്നതുകൊണ്ടുകൂടിയാകണം പീറ്റ് ഹെക്സറ്റ് ഇറാന് നേരെ വലിയൊരു ഭീഷണി കൂടി മുഴക്കിയിട്ടുള്ളത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ട്രംപിന്റെ ഒരു നിലപാടിന് വേണ്ടിയിട്ടാണ്. ഈ അഭിമുഖത്തിന് പുറമെ ട്രംപ് അത്തരം എന്തെങ്കിലും പ്രതികരണം കൂടി നടത്തുമോ എന്നാണ് തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്നത്. റൈറ്റ്, അജയ് സൂചിപ്പിച്ചതുപോലെ സമാധാന കരാർ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. എന്നാണെങ്കിലും ഉടൻ തന്നെ വേണമെന്നുള്ള തിടുക്കമൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. എന്നാണെങ്കിലും ഇറാനും അവിടെ ഒരു നിയമനിർമ്മാണമൊക്കെ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട്. അജയ് സുധാബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേർന്നത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ അമ്മയുടെ 2ാം ഭർത്താവ് അഷ്കർ കുറ്റം സമ്മതിച്ചു. സംഭവ ദിവസം കുഞ്ഞ് നിർത്താതെ കരഞ്ഞതിനെ തുടർന്ന് തലയിൽ ശക്തമായി അടിച്ചു എന്നാണ് അഷ്കറിന്റെ മൊഴി. അടിയേറ്റ കുഞ്ഞിന്റെ ബോധം നഷ്ടമായി എന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകളും പരിക്കുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അരുൺ മോഹൻ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, അങ്ങേയറ്റം ഭീതി തോന്നുന്ന കാര്യങ്ങളാണ് ആ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന അയാൾ ചെയ്തത്. ഇത്രമാത്രം ക്രൂരത കുഞ്ഞിനോട് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? ഇയാൾ എന്തെങ്കിലും ലഹരിക്ക് അടിമയോ അങ്ങനെ എന്തെങ്കിലും ആണോ? എന്തോ തീർച്ചയായും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. വളരെ വേദനജനകമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കേൾക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അയാൾ ലഹരിക്കുൾപ്പെടെ അടിമയാണോ എന്നുള്ളത് പോലീസും വളരെ ഗൗരവമായി തന്നെ പരിശോധിച്ചു വരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ പറയുന്ന അഷ്കർ തന്റെ 2ാമത്തെ ഭാര്യയുടെ മകൻ ഈ പറയുന്ന കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയെന്ന കാരണം പറഞ്ഞായിരുന്നു എസ്റ്റേറ്റിൽ എത്തിക്കുന്നു. തുടർന്ന് മരണത്തിന് കീഴടങ്ങുന്നു. പോലീസ് അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ കുട്ടിയുടെ അച്ഛന്റെ മരിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുക്കൾ നൽകിയ പരാതി, ഇതൊക്കെ പോലീസിന് സംശയമുണ്ടെങ്കിലും ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കുട്ടിക്ക് മാരകമായ ആക്രമണം ഏറ്റിരുന്നു എന്നുള്ളത് വ്യക്തമായി. ആന്തരിക രക്തസ്രാവമായിരുന്നു കുട്ടിയുടെ മരണകാരണത്തിന് വഴിതെളിച്ചെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല ജനറേറ്റർ ഉൾപ്പെടെ 50-ലധികം മുറിവുകൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിൽ തീ വെച്ച് പൊള്ളിച്ചത് ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നും ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നു. അഖിലയുടെ ഭർത്താവ് അഖിൽ 1.5 വർഷം മുമ്പായിരുന്നു മരിക്കുന്നത്. ആത്മഹത്യയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നായിരുന്നു ഈ പറയുന്ന അഷ്കറുമായി വരുന്ന സമയത്ത് ജനിച്ച കുഞ്ഞ് ഇവർക്ക് തടസ്സമായിരുന്നു. കാരണം ഈ പറയുന്ന അഖിലയുടെ അമ്മയായിരുന്നു ഈ കുട്ടിയുടെ ആദ്യ ചുമതലയൊക്കെ നോക്കി നടത്തി വരുന്നത്. പക്ഷെ അവരൊരു ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നു. തുടർന്ന് ഇവർ വീട് മാറി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ നെടുമങ്ങാട് വീട്ടിലേക്ക് ഇവർ മാറുന്നത്. നർത്തകി കൂടിയാണ് ഈ പറയുന്ന അഖില. ഈ സമയത്ത്
ഈ പറയുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പൂർണ്ണമായും ചുമതല അഷ്കറിനായിരുന്നു. ഈ സമയത്തൊക്കെയും കുട്ടിക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു എന്ന് ഈ പറയുന്ന അഖിലിന്റെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുന്നു. കാരണം അത് നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്കത് സാധൂരിക്കാം. കാരണം 2 കൈകളും ഒടിഞ്ഞ നിലയിലായിരുന്നു കുട്ടിയുടെ അവസ്ഥ കാണാൻ കഴിഞ്ഞിരുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴായിരുന്നു ഇത്. പലപ്പോഴും നാട്ടുകാരും ചോദിക്കുമ്പോൾ പറയുന്നു വാഹനത്തിൽ ഈ പറയുന്ന കളിപ്പാട്ടത്തിൽ നിന്ന് വീണ് കൈ പൊട്ടിയതാണ് എന്നൊക്കെയാണെങ്കിലും പക്ഷെ അതൊന്നും ഇപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും അതെല്ലാം മർദ്ദനത്തിന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് അഷ്കറിനോടൊപ്പം അഖിലയുടെയും അറസ്റ്റ് നെടുമങ്ങാട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയെ കൊല്ലുന്നതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് ഉണ്ടായ സാഹചര്യത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം അമ്മയും എത്തിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമ്മയെയും പോലീസ് പ്രതിയാക്കിയിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. എൽദോ, അങ്ങേറ്റ ക്രൂരമായിട്ടുള്ള കാര്യമാണ് ആ കുഞ്ഞിനോട് ആ രണ്ടച്ഛനും അമ്മയും ചെയ്തത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ആ കുട്ടി ഏറ്റിരുന്നു. 51 മുറിവുകൾ. ആ കുഞ്ഞിനെ അതിശക്തമായി അടിച്ചു. അപ്പോൾ തന്നെ ബോധം പോയി എന്നൊക്കെയാണ് അയാൾ പോലീസിന് മൊഴി നൽകിയത്. ഇതൊരു പിഞ്ചു കുഞ്ഞാണ് എന്ന് പോലും കരുതാതെ ആ അമ്മയും ആ രണ്ടാനച്ഛനും ചെയ്ത കാര്യങ്ങൾ. എന്നാലും പോലീസ് കേസിൻ്റെ കൂടുതൽ അന്വേഷണത്തിലാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൗഹൃദ കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 3 മണിക്ക് മറൈൻ ഡ്രൈവിൽ ഒത്തുചേരുമെന്നാണ് അറിയിപ്പ്. ടെലിഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ ആഹ്വാനം വന്നത്. യോഗത്തിന്റെ അജണ്ടയടക്കം അറിയിച്ച് ടെലിഗ്രാമിൽ സന്ദേശം പ്രത്യക്ഷപ്പെട്ടു. സമാധാനപരമായ കൂടിക്കാഴ്ചയെന്നാണ് സന്ദേശം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇന്ത്യൻ രാഷ്ട്രീയം കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് കോക്രോച്ച്. എന്താണെങ്കിലും കൊച്ചിയിൽ അത്തരം ഒരു കൂട്ടായ്മ നടക്കുന്നു എന്ന് പറയുന്നു. അതിൽ എങ്ങനെയാണ് ഇപ്പോൾ പോലീസിനൊക്കെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണോ നടക്കുന്നത്? എൽദോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പോലീസിനൊരു ഔദ്യോഗിക അറിയിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. മാത്രവുമല്ല ഇതിൽ എത്രത്തോളം പേര്, അതിൽ നിലവിലെ ഒരു 14 പേരുടെ ഒരു രീതിയിലാണ് സംഘടിക്കുന്നു എന്ന രീതിയിലാണ് ടെലിഗ്രാം അക്കൗണ്ട് അടക്കം പരിശോധിക്കുമ്പോൾ അത്രത്തോളം പേരുടെ ഒരു പങ്കാളിത്ത സ്വഭാവമാണ് അതിന് കാണുന്നത്. പക്ഷെ നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ അറിയാം. അതിലെ ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രകാരം അഴിമതിക്കെതിരെയുള്ള യുവജന കൂട്ടായ്മ, അങ്ങനെ പല കാര്യങ്ങളുമെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട്. ഇതൊരു സൗഹൃദപരമായ ഒത്തുചേരൽ മാത്രമാണ്, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ടെലിഗ്രാം അക്കൗണ്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊരു കൂടിച്ചേരൽ മാത്രമാണ്, പരസ്പരം പരിചയപ്പെടുക, ആരൊക്കെയുണ്ട്, ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നത് തികച്ചും സൗഹൃദപരമായ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ഥലം പിന്നീട് അറിയിക്കുമെന്നാണ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയിക്കുമെന്നാണ്. ഇപ്പോഴത് മറൈൻ ഡ്രൈവ് എന്ന് കേന്ദ്രീകരിച്ചാണ് എന്നതാണ് പറയുന്നത്. ഇതിൽ അങ്ങനെ ആരൊക്കെ ചേരുന്നു എന്നത് സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള ഒരു അറിയിപ്പുമില്ല. അതിലൂടെ താല്പര്യമുള്ളവർക്ക് ഇവിടേക്ക് വരാമെന്ന രീതിയിലുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത് ഈ CJPയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു നീതമായ രൂപമോ കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ആരിതിൻ്റെ ഒരു സംഘാടകത്വ സ്ഥാനത്തിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളോ ഒന്നും വ്യക്തവുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ മറ്റു പലയിടങ്ങളിലും നടക്കുന്ന കൂട്ടായ്മകളെ അനുകരിച്ചുകൊണ്ട് വരുന്നതാണോ എന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു ആധികാരികത സംബന്ധിച്ച് പോലീസിനും അടക്കം ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഒരു അറിയിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്. എങ്കിൽ കൂടിയും അത് പൊതുവിൽ പലയിടങ്ങളിലും ഇത്തരം ഒത്തുചേരലുകളുടെ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിശകലനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വരും മണിക്കൂറിൽ കുറച്ചുകൂടി ഒരു വ്യക്തതയിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കൂട്ടായ്മ നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ആണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുമെന്നതും അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കൗതുകരമായിട്ടുള്ള കാര്യമാണ്. മറൈൻ ഡ്രൈവിൽ ഇന്ന് ആ കോക്രോച്ച് പാർട്ടിയുടെ ആളുകൾ ഒത്തുകൂടുമോ, അല്ലെങ്കിൽ അതാരാണ് ഇതിന് പിന്നിലെന്ന് പോലും വ്യക്തതയില്ല. ആരാണ് ഇതിനെ സംഘടിപ്പിക്കുന്നത്, നേതൃത്വം നൽകുന്നത് കേരളത്തിൽ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയോ അറിയിപ്പോ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് 3 മണിക്കുണ്ട് എന്നൊരു സന്ദേശം ഇങ്ങനെ ടെലിഗ്രാമിൽ ഓടുന്നുണ്ട്. നോക്കാം അത് ഉള്ളത് തന്നെയാണോ, ക്രെഡിബിൾ ആണോ എന്നൊക്കെ. നമുക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
കൊച്ചി പള്ളുരുത്തിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള ഷിജോയാണ് മരിച്ചത്. സുഹൃത്ത് ജെൻസൺ പോലീസിന്റെ പിടിയിലായി. ഇനി മറ്റൊരു സംഭവം കൊച്ചിയിൽ നിന്നും വന്നത് ആലുവ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്നുള്ളതാണ്. മരിച്ചയാൾ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഡാനി ഇപ്പോൾ തന്നെ വിവരങ്ങൾ നൽകും. ഡാനി, രണ്ട് സംഭവങ്ങളാണല്ലോ. എന്താണ് ആദ്യം ഈ കൊലപാതകത്തിന്റെ കാര്യം? പള്ളുരുത്തിയിലെ യുവാവിനെ കുത്തിക്കൊല്ലാനിടയായ സാഹചര്യം എങ്ങനെയാണ്? അവിടെ ഒരു വഴക്കും സംഘർഷമൊക്കെ ഉണ്ടായത്? എൽദോ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മരിച്ച ഷിജോയ്, അത് ഇവരുടെ സുഹൃത്ത് തന്നെയാണ് കുത്തി കൊലപ്പെടുത്തിയത്. ജെൻസൺ എന്ന് പറയുന്നയാൾ തന്നെയാണ് ആ കുത്തി കൊലപ്പെടുത്തിയത്. ജെൻസൺ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് രാവിലേക്കാവുമ്പോൾ ഇയാളുടെ അറസ്റ്റ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് പറയുന്നത് ഈ ജെൻസന്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജേഷിനെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചത് അത് വാക്ക് തർക്കത്തിലേക്കടക്കം നീണ്ടു. ഉന്തും തള്ളിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അപ്പോൾ ഈ സുഹൃത്തിന് വേണ്ടി ജെൻസനാണ് കൂടുതലും ഈ മരിച്ച അജേഷിനെ ഉപദ്രവിക്കുകയും അടക്കം ചെയ്തത്. തുടർന്ന് കുത്തുകയായിരുന്നു. ഇതിനിടയിൽ ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണോ കാരണം? ഇവർക്ക് ഈ കുടുംബ പ്രശ്നങ്ങളെന്നെല്ലാം തന്നെ പൊതുവിൽ പറയുന്നതല്ലാതെ അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രതി ജെൻസനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇതിൽ ഇനിയിപ്പോൾ മറ്റ് കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു പരിശോധന നടത്തുകയാണ്. ജെൻസനെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഒപ്പം ആ സുഹൃത്തിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം അയാൾക്ക് വേണ്ടിയാണ് ജെൻസൺ ഈ തർക്കത്തിൽ ഇടപെടുകയും പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് അടക്കം നീളുകയും ചെയ്തത്. അപ്പോൾ ഇയാളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ഇയാൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് കുത്തി ഒരാളെ കൊലപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമായിട്ട് ചോദിച്ചോ മനസ്സിലാക്കുകയും ചെയ്യും. നിലവിൽ ആ ജെൻസന്റെ അറസ്റ്റ് മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ക്രൈം സീനിൽ വന്നിട്ടുള്ള ഒരാളാണ് ആ ജെൻസന്റെ സുഹൃത്ത്. അതുകൊണ്ട് തന്നെ അയാളെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എൽദോ, ഈ ആലുവയിലെ പുളിഞ്ചോട് അവിടെ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം കൂടി വരുന്നുണ്ടല്ലോ. അത് തിരിച്ചറിയാൻ കഴിഞ്ഞോ? ആരാണ് മരിച്ചത്? എന്താണ് സംഭവിച്ചത്? അതിലെന്തെങ്കിലും നിഗൂഢതയുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? എൽദോ, ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് ഇതര സംസ്ഥാന ഒരു തൊഴിലാളിയാണ് എന്ന രീതിയിലാണ് പോലീസിന് ഈ മൃതദേഹത്തിൻ്റെ ഒരു പരിശോധന. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളടക്കം അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കുന്നതനുസരിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രാഥമികമായിട്ട് ലഭ്യമാവുന്ന വിവരം. അത് ഈ പരിസരത്ത് കൂടുതൽ തന്നെയും ഈ പുളിഞ്ചോട് ഭാഗത്തെല്ലാം തന്നെയും ഈ പാളം കുറുകെ കടന്നു പോകുന്ന രീതികളുണ്ട്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ കോളനികളും ഒരു ഭാഗത്തുണ്ട്. മെയിൻ റോഡിലേക്ക് മുഖ്യ പാതയിലേക്കെല്ലാം തന്നെ വരാൻ സാധാരണഗതിയിൽ അവിടെ നിന്ന് പാളങ്ങൾ ക്രോസ് ചെയ്ത് വരികയാണ് പതിവായിട്ട് പലരും തന്നെ ചെയ്യുന്നത്. ആ രീതിയിൽ അശ്രദ്ധമായി സംഭവിച്ചതാണോ അതോ ഈ ആത്മഹത്യയാണോ? അത് മറ്റു പല കാരണങ്ങളും വേറെ ഏതെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ മേഖല പൊതുവെയും തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടേതായ ഒരു ഇടമാണ്. കുറ്റകൃത്യങ്ങളടക്കം ഇവിടെ സാധാരണഗതിയിൽ നടക്കുന്നു. ഈ ലഹരി കച്ചവടങ്ങളടക്കം അതിൽ പിടിക്കപ്പെടുന്നതും എല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപായപ്പെടുത്തലോ അതിനുള്ളൊരു സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ ഏതെങ്കിലും CCTVകൾ ലഭ്യമാണോ എന്നതുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. എൽദോ, ശരി. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കാസർഗോഡ് ജില്ലയിൽ ഭർത്തൃമതികളായിട്ടുള്ള യുവതികളുടെ ആത്മഹത്യ തുടർക്കഥയാവുന്നത് ആശങ്കയുയർത്തുന്നുണ്ട്. ഒരാഴ്ചക്കിടെ 4 പേരാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഗാർഹിക പീഡന പരാതികളാണ് മിക്ക സംഭവങ്ങളിലും ഉയരുന്നത് എങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കർശന നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യമുയരുന്നു. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭർത്തൃമതികളായ 4 പേരാണ് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും. ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന 27 വയസ്സുകാരിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ആസിഡ് കഴിച്ച്, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ആസിഡ് കഴിച്ച് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം സെറീന എന്ന് പറയുന്ന 24 വയസ്സുകാരി 4 വർഷം വിവാഹ വാർഷികം 4ാം വാർഷികം ആഘോഷിക്കുന്നതിനിടെ ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്.
കഴിഞ്ഞ ദിവസമാണ് അശ്വതി എന്ന് പറയുന്ന 24 വയസ്സുകാരി, അതായത് കാസർകോട്ടെ ഒരു നേഴ്സാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 3 ആഴ്ച മാത്രമേ ആയുള്ളൂ ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായി. കർമ്മന്തൊടിയിലെ സൗവർണിക എന്ന് പറയുന്ന 41 വയസ്സുകാരിയാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. എന്നാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതിൽ നിയമ നടപടി എത്രത്തോളം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലാകെ ഇത്തരം സംഭവങ്ങളുണ്ടായിട്ടും ഇതിൽ സുബൈദയുടെ കേസിൽ മാത്രമാണ് ഭർത്താവായ ആദിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. മറ്റ് കേസുകളിലൊന്നും തന്നെ പോലീസിന് 2 സംഭവങ്ങൾ, അതായത് സെറീനയുടെയും സുബൈദയുടെയും ഈ ജീവനൊടുക്കിയ സംഭവത്തിൽ അവരുടെ ഭർത്തൃ വീട്ടിലെ പീഡനമാണെന്ന് പോലീസിൽ എഫ്ഐആർ തന്നെ പറയുന്നുണ്ട്. മറ്റ് 2 ആത്മഹത്യകളിലും എന്താണ് കാരണമെന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ് വരുന്നത്. നമ്മോടൊപ്പം നാഷണൽ വുമൻസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി അസീന തന്നെ ചേരുകയാണ്. ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കെല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ സിസ്റ്റമുണ്ട്, പക്ഷേ അതിന് കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ല. വനിതാ സെല്ലുണ്ട്, വനിതകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്, പക്ഷേ കാര്യക്ഷമമായ പ്രവർത്തനം നടക്കില്ല. പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് എന്ന് പറയുന്നത് ഒരു പിന്നോക്ക ജില്ലയാണ് എന്നാണ് പറയപ്പെടുന്നത്, പിന്നോക്ക ജില്ലയെന്ന്. പ്രത്യേകിച്ച് ആ ഒരു ജില്ലയിൽ ഒരു ചിറ്റമ്മ നയം ഈ ഒരു കാര്യത്തിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഒരാഴ്ചയിൽ ഇത് 4ാമത്തെ ആത്മഹത്യയാണ്. അപ്പോൾ ഈ ഒന്ന് ശരിയാക്കാത്ത പോലെ മറ്റേതും കൂടി ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ ഒന്നും കൂടി അറിയാനിടയായി. സൗപർണിക, കാറെടുക്ക സൗപർണിക, സുഫൈദാൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവരൊരു പ്രണയ വിവാഹം ആയിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. സ്ത്രീധനം ചോദിച്ചുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അന്ന് പോലും ശാരീരിക പീഡനം അനുഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ? നമുക്ക് ഉറപ്പാകുന്ന നീതി ആ കുട്ടിക്ക് കിട്ടണം. അതുകൊണ്ട് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സാമൂഹ്യക്ഷേമ മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈ കുട്ടികളുടെ നീതിക്ക് വേണ്ടി ഞങ്ങൾ അവരോടൊപ്പം തന്നെ ഉണ്ടാകും. എന്തായാലും സാമൂഹ്യക്ഷേമ വകുപ്പ് ഉൾപ്പെടെ ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ബോധവൽക്കരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം ഇതിൽ നിയമ നടപടി ശക്തമാക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നു. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്കാണ് സാധ്യത. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലവർഷം അടുത്ത 4 ദിവസത്തിനുള്ളിൽ കേരള തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മഴയെ തുടർന്ന് തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. എന്നാലും വലിയ ദുരിതമായിരുന്നു തലസ്ഥാനത്തുണ്ടായിരുന്നവർക്ക് ഇന്നലെ നേരിടേണ്ടി വന്നത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, പഴവങ്ങാടി സ്ഥലത്തൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണ് അവിടെ ആളുകൾ നടന്ന് നീങ്ങിയത് എന്നറിയില്ല, ചെളിക്കുണ്ട് പോലെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് പരിഹാരമായോ? ഇത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നമുണ്ടായത് പതിവില്ലാത്ത തരത്തിൽ? എന്തോ പതിവിലും വിപരീതമായിട്ടാണ് ഇത്തവണ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു വന്നത്. അതിൽ പ്രധാനമായും തമ്പാനൂർ മേഖലയിലാണ് വെള്ളക്കെട്ട്. അത് സാധാരണ രീതിയിൽ അവിടെ ഉണ്ടാകുന്നതാണ്. പക്ഷേ മഴ കനക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വരാറുള്ളത്. പക്ഷേ ഇത്തവണ ചെറിയൊരു മഴയ്ക്ക് പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെയ്ത കനത്ത മഴയിലാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുൻവശത്തും മറ്റും ചാക്കയിലടക്കമുള്ള പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായത്. നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടത്. അതിൽ പിന്നീട് കോർപ്പറേഷൻ അധികൃതർ ഇടപെട്ടുകൊണ്ട് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ അത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണോ എന്ന കാര്യത്തിൽ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവിടെ വെള്ളക്കെട്ടിൻ്റെ സാഹചര്യമില്ല. കാരണം മഴ ഇപ്പോൾ മാറി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ പക്ഷേ ഇനി വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളക്കെട്ട് ഈ ഭാഗങ്ങളിൽ രൂപപ്പെടും. നമുക്കറിയാം പഴവങ്ങാടി മേഖല, ഒപ്പം തന്നെ തമ്പാനൂർ മേഖല എന്ന് പറയുന്നത് വളരെയധികം ജനങ്ങൾ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ പുറമേ നിന്നടക്കം ആൾക്കാർ വന്ന് വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അത് പൊതുജനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും.
കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം ഇത് കോർപ്പറേഷന് മാത്രം പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല എന്നാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് ഒരു പരിഹാരം തേടേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് ശാശ്വതമായ പരിഹാരം ഇപ്പോൾ അടുത്തൊന്നും, അതായത് പെട്ടെന്നൊന്നും അതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വരുന്ന, മേയറുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം നടക്കാൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തിനായാലും മഴ തുടരും. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമായി തുടരാൻ സാധ്യതയുണ്ട്. അപ്പോഴും വെള്ളക്കെട്ട് തുടരാനുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം അത്തരത്തിലുള്ള, അതായത് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയെങ്കിൽ പോലും അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടിയന്തര ഇടപെടൽ എങ്ങനെ നടത്തും എന്ന കാര്യത്തിൽ കോർപ്പറേഷനിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും തിരക്ക് ഏറിയ സ്ഥലങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുമുണ്ട്. അത് പരാതികളുമായി ജനങ്ങൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാത്ത, അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് അധിക സമയം നിലനിൽക്കാത്ത രീതിയിലേക്ക് അതിനൊരു പരിഹാരം കാണാനുള്ള നീക്കത്തിലാണ് കോർപ്പറേഷൻ. ഹെൽദു റൈറ്റ്. എന്നാലും വെള്ളക്കെട്ടിൻ്റെ പരിഹാരം കോർപ്പറേഷൻ നടത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും മേയറുടെ പ്രതികരണവും അല്പസമയത്തിനകം തന്നെ സാരംഗ് തേടുമെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും ഇന്ന് പ്രതികരിക്കുമെന്ന് അറിയില്ലെങ്കിൽ പോലും അതിനെ ശ്രമിക്കുന്നുണ്ട്. സാരംഗ് തുടരുക. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്ന് CPM-ന് വലിയ തിരിച്ചടി. സംഭവം രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചുകൊണ്ടുള്ള വിധിയിലായിരുന്നു കോടതിയുടെ പരാമർശം. പെട്ടെന്നുണ്ടായ ആക്രമണത്തിന്റെ ഭാഗമല്ല ഇതെന്നും നടന്നത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണം ആണെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നും കോടതി പറയുന്നു. എന്താണെങ്കിലും സാരംഗ് വലിയ തോതിൽ കോടതിയുടെ വിമർശനം നേരിടുന്നുണ്ട്. CPM ഒപ്പം അവിടെ നടന്ന അക്രമത്തിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത് വാടകയ്ക്കെടുത്ത കാറാണെങ്കിൽ പോലും അത് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിൽ വരുമെന്നൊക്കെയാണല്ലോ കോടതി നിരീക്ഷിച്ചത്. രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം എന്നൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? പാർട്ടി ഇതിലൊരു പ്രതിരോധം ഏത് തരത്തിലാണ് തീർക്കുന്നത്? എൽദോ, ഈ പ്രധാനമായും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്വാഭാവികമായി ജാമ്യം ലഭിക്കില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ അതിലെ കോടതി നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായി തന്നെ കണക്കാക്കണമെന്നാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. പ്രധാനമായും പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത് വാടകയ്ക്കെടുത്ത കാറാണ് ആക്രമിക്കപ്പെട്ടത്. ഒപ്പം ഈ ED ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡ്യൂട്ടി സമയത്തുള്ള സമയത്തല്ല ഈ ആക്രമണം നടന്നതെന്ന പ്രതിരോധമാണ് പ്രധാനമായും പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണം, അതായത് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നിരുന്നു. ഒപ്പം പോലീസിൻ്റെയും വീഡിയോസ് അത് രേഖയായി പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലൊരു മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസിക്കും ഒപ്പം തന്നെ നിയമ സംവിധാനത്തിനടക്കം. കാരണം നമുക്കറിയാം, ഇത്രയും മണിക്കൂറുകളോളം അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിന്നിട്ടും പോലീസ് കൃത്യമായി അതിൽ ഇടപെടൽ നടത്തിയില്ല. അങ്ങനെ ഇടപെടൽ നടത്താത്തതും ഒപ്പം അതിൻ്റെ ഒരു പരാജയം കൂടിയാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് വന്നത്. പക്ഷേ ഈ ജാമ്യം തള്ളിയ വിധിയിൽ അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചതിൽ കോടതി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചെറിയൊരു കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു ആക്രമണമായിട്ട് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. കാരണം കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ ഒരു ആക്രമണമാണ്. കാരണം ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. ആ സമയത്ത് പെട്ടെന്ന് അവിടെ ആൾക്കാർ തടിച്ചുകൂടുന്നു. അത് വാഹനം അടിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സംഘം ചേർന്ന് ഈ വാഹനത്തിന് ചുറ്റും പലരും ചേർന്നത്. ഒപ്പം ED ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ദേഹോപദ്രവം നടത്തുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി അവർ ഉണ്ടായിരുന്നു. ഒപ്പം പല കേസുകളിലും, അതായത് ഈ ഒരു കേസിൽ വധശ്രമത്തിനടക്കം വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ വീഴ്ചയടക്കം ഇനി വരും ദിവസങ്ങളിലും ചർച്ചയാകാൻ അല്ലെങ്കിൽ അതിൽ നടപടി അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയൊരു പോലീസ് സന്നാഹം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോലീസിനും DCPക്ക് അടക്കം ചെറിയ രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്തു. എന്തായാലും ഇത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം നടന്നത് ഒരു ആസൂത്രിത ആക്രമണമല്ല, ഒരു പൊതുജന രോഷം മാത്രമാണ് എന്നായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം പ്രതികരിച്ചത്. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇനി ഏത് രീതിയിൽ ഒരു രാഷ്ട്രീയ വിവാദത്തെ പ്രതിരോധിക്കുമെന്നൊരു ചോദ്യം CPM-ന് മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അറസ്റ്റിലായ പലരും CPM-ന്റെ തന്നെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. അവരെ എങ്ങനെ ഈ ഒരു നിയമക്കുരുക്കിൽ നിന്നും ഈ കേസിൽ നിന്നും കൂടുതൽ സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു ചിന്തയിലായിരിക്കും CPM നേതൃത്വം നിലനിൽക്കുന്നത്. എന്തിനായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. എല്ലോ റൈറ്റ്, കൂടുതൽ നടപടികൾ വരുന്നു. പക്ഷേ എന്താണെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാസപ്പടി കേസിൽ CMRL-നും ED-ക്കും നാളെ നിർണായകമാണ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRL-ന്റെ ഹർജി നാളെ കോടതി പരിഗണിക്കും. അതേസമയം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചടക്കം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ED.
മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ കോടതിയെ അറിയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ചാകും ഈ കേസ് പരിഗണിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളെ തേടി പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീട് കയറി ഇറങ്ങുകയാണ് എന്നാണ് ആരോപണം. ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നു. കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടാനുള്ള നീക്കമാണ് ഇതെന്നും ശക്തമായി അപലപിക്കുന്നുവെന്നും ഡിവൈഎഫ്ഐ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാളെ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കുട്ടികൾ. മലപ്പുറം അങ്ങാടിപ്പുറത്ത് നിന്ന് അനുമോദും കുട്ടികളും ചേരുന്നുണ്ട്. അനുമോദെ, ഞായറാഴ്ചയാണ് നാളത്തെ, അതായത് ഇന്ന് അവർക്ക് അവസാന വെക്കേഷൻ ഡേ ആണ്. നാളെ തൊട്ട് സ്കൂളിലേക്ക് വീണ്ടും പോവാണ്. റെഡിയാണോ കുട്ടി സംഘം? സ്കൂൾ വർക്ക് ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുന്നതിൻ്റെ ഒരു ആവേശത്തിലാണുള്ളത്. ഞാൻ നിൽക്കുന്നത് അങ്ങാടിപ്പുറത്താണ്. എൻ്റെ കൂടെ ഒരു കുട്ടിപ്പട്ടാളം തന്നെ ചേരുന്നുണ്ട്. ഇവരൊക്കെ തന്നെ അങ്ങാടിപ്പുറം തരകൻ സ്കൂളിലും വിദ്യാഭവൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. കുറച്ച് മാലായ കുട്ടികളുണ്ട്, മിടുക്കന്മാരുണ്ട്. എന്താണ്, റെഡിയായോ? റെഡിയായി. എന്നാൽ എല്ലാവരും ബാഗൊക്കെ ആയിട്ട് ബുക്കൊക്കെ കിട്ടി, എല്ലാം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു. സാധാരണ സ്കൂള് പോവാന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമൊക്കെയാണ്. എന്താണ്, നാളെ പോകുന്നതിന്റെ സന്തോഷമാണോ അതോ എന്താണ് തോന്നുന്നത്? സന്തോഷമാണ്. എന്താ സന്തോഷം തോന്നാറ കാരണം? ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പഠിക്കാൻ രസമല്ലേ. 2 മാസമായിട്ട് കണ്ടിട്ടില്ലല്ലേ? കണ്ടിട്ടില്ല. ഇപ്പൊ മോളെ എത്രയിലേക്ക് ആകാൻ പോണേ? ഞാൻ 7ലേക്ക് ആകാൻ പോണേ. അപ്പോ വിദ്യാഭവൻ സ്കൂളിലല്ലേ പഠിക്കാൻ? ഒരാളോട് ഉണ്ടായിരുന്നല്ലോ, അനിയനെ ഇവിടെ. മോനെ എത്രയല്ല പഠിക്കണേ? 4. എന്താണ് മോനെ സ്കൂൾ തുറക്കുന്നു പറയുമ്പോൾ വിഷമമുണ്ടോ? മുഖത്തൊരു വിഷമമുള്ള പോലെ, ഇത്തിരി ഗൗരവത്തിൽ ഇല്ല. എന്താ സ്കൂളിൽ പോകുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം? ഫ്രണ്ട്സിനൊക്കെ കാണാം. മിസ് ചെയ്യുന്നുണ്ടല്ലേ ഫ്രണ്ട്സിനൊക്കെ അല്ലേ? എന്താണ് തവണത്തെ സ്പെഷ്യൽ സ്കൂളിൽ തുറക്കുമ്പോൾ? ഫ്രണ്ട്സിനെ കാണാം, പിന്നെ പുതിയ ബാഗിന്റെ കാണട്ടെ. വാവ്, ഇതാണ് തവണത്തെ ബാഗ്. ഇത് അച്ഛന്റെ കൂടെ പോയി വാങ്ങിച്ചതാണോ അതോ അച്ഛൻ കൂടെ തന്നാണോ? അച്ഛൻ്റെ കൂടെ പോയി വാങ്ങിച്ചു. നീ എന്നെ തെരഞ്ഞെടുത്തോ? ഇത് മതി എന്ന് പറഞ്ഞോ? അതോ അച്ഛൻ എടുത്ത് ഇത് മതി ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ? ഇല്ല. എന്തൊക്കെയാ ഇതിലുള്ളത്? ബുക്കൊക്കെ കിട്ടിയോ? നോട്ട്ബുക്കൊക്കെ വാങ്ങിച്ചോ? നോട്ട്ബുക്ക് വാങ്ങിച്ചില്ല. ബോക്സ് ഒക്കെ വാങ്ങി, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടില്. എന്താ എല്ലാവരും ബാഗ് നോക്കട്ടെ. എന്താണ് ഇത്തവണ ബാഗ്? ഇതേത്? ഇത് ഈ മാലാക്കുട്ടർ ബാഗാണല്ലോ. പിങ്കാണല്ലോ. പിങ്കാണ് ഇഷ്ടപ്പെട്ട നിറം. എന്തൊക്കെയാ ബാഗിലുള്ളത്? ബുക്കും ബോക്സും ഉണ്ട് അല്ലേ? അച്ഛൻ വാങ്ങി തന്നോ അതോ മോളും കൂടി പോയിരുന്നോ അച്ഛൻ്റെ കൂടെ വാങ്ങിക്കാൻ? അച്ഛൻ്റെ കൂടെ പോയിരുന്നോ? പോയി. ഇതിലെന്തൊക്കെയുള്ള ബാഗില്? ബുക്കും ബോക്സും. ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയോ സ്കൂളിൽ നിന്ന്? കിട്ടി. തുറന്നു നോക്കിയോ? അപ്പൊ നല്ല മണമുണ്ടോ ടെക്സ്റ്റ് ബുക്കിനൊക്കെ? കഥയൊക്കെ വായിക്കാൻ തുടങ്ങിയോ? ഇത് ചെറുതായിട്ടൊക്കെ അല്ലേ? ബുക്ക് കിട്ടിയിരുന്നോ? വായിച്ചു നോക്കിയോ? അപ്പൊ എന്താ പറഞ്ഞേ? അച്ഛനമ്മയൊക്കെ സഹായിക്കുന്നുണ്ടോ വായിക്കാൻ? അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. ഒറ്റക്കിരുന്ന് വായിക്കല്ലേ? അയ്യോ. മോളെ ഏത് സ്കൂളാ? എത്രയൊക്കെയാ നീ? 7ക്ക്. നിങ്ങളൊരു ക്ലാസ്സിലാ? നിങ്ങൾ വേറെ സ്കൂളിലാണല്ലോ അല്ലേ? എന്താണ് എന്നിട്ട് സ്കൂളിൽ പോകുമ്പോ എന്താണ് നിങ്ങൾ എക്സൈറ്റ്മെന്റ്? കൂട്ടുകാരെ കാണുന്നതാണോ? പുതിയ ബുക്ക് കിട്ടുന്നതാണോ? എന്താണ്? എല്ലാം ഉണ്ടല്ലേ? ഇവിടെ 2 മിടുക്കന്മാരുണ്ടല്ലോ ഇവിടെ തരങ്ങ സ്കൂളിൽ അല്ലേ? എവിടെ എന്നിട്ട് ബുക്കും ബാഗൊക്കെ വാങ്ങിച്ചോ? വീട്ടിലാണ്. എന്താണ് തവണത്തെ എക്സൈറ്റ്മെന്റ് സ്കൂൾ ഓർക്കുമ്പോ? എന്താ, സ്കൂളിൽ പോവാ, കൂട്ടുകാരന്മാരെ കാണുക, പിന്നെ ടീച്ചറൊക്കെ കണ്ടിട്ട് പഠിക്കുക. എല്ലാം കിട്ടിയോ? ബുക്കും ബാഗ് എല്ലാം കിട്ടി? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. ബാഗ് ഉണ്ട്, പുസ്തകം, പിന്നെ ബോക്സ് ഉണ്ട്. അനിയനല്ലേ? അനിയത്രയില്ല? ഞാൻ 1. പുതിയ സ്കൂളിലേക്കാണോ അതോ കഴിഞ്ഞാലും അവിടെ UKG ആയിരുന്നോ? അല്ല, ഞങ്ങള് തൃശ്ശൂരിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വാടക വീട്ടിൽ മാറിയതാ അല്ലേ? എന്നിട്ട് എവിടെ ബുക്കും ബാഗൊക്കെ വാങ്ങിച്ചോ? എന്താണ് ഇത്തവണ സ്പെഷ്യലൈസ് ചെയ്ത് എന്തൊക്കെയാ വാങ്ങിച്ച സ്കൂളിൽ നിന്ന്? ബോക്സിൽ എന്തൊക്കെയാ വാങ്ങിച്ച? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിച്ചോ? നിങ്ങൾക്ക് ഏത് കളറാ പ്രിഫർ ചെയ്ത് ബാഗിനൊക്കെ? ബാഗോ? ബ്ലൂ ആണോ? മഞ്ഞ. പെൺകുട്ടികൾക്കാണോ പിങ്ക് അധികം ഇഷ്ടം? പിങ്ക് ബാഗ്സ് ഏത് മോളുടെ ഇഷ്ടപ്പെട്ട കളർ എന്താ? പർപ്പിൾ കളറാണോ? മോളെ എന്നിട്ട് ബ്ലൂ ആണല്ലോ എടുത്ത്? പർപ്പിളാണ് ഇഷ്ടം, പക്ഷെ ബ്ലൂ ആണ് കിട്ടിയത് അല്ലേ? നമ്മളിവിടെ ബ്ലൂ തന്നെ ആയിരിക്കും അല്ലേ ബോയ്സിനൊക്കെ?
ഈ ബോയ്സിന് ബ്ലൂ, ഗേൾസിന് പിങ്ക്, പർപ്പിൾ അങ്ങനെയൊക്കെ ഉണ്ടോ? കളർ വ്യത്യാസം ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? കളർ വ്യത്യാസം ഉണ്ടോ? ഇവിടെ ഒരു അച്ഛനും കൂടി ചേരുന്നുണ്ട്. ഈ 2 കുട്ടികളുടെ അച്ഛനാണ്. എന്താണ് ചേട്ടാ ഇത്തവണത്തെ ഒരു സ്കൂൾ തുറക്കുമ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ? സ്കൂൾ തുറക്കുമ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബാല്യത്തിലേക്കൊന്നും തിരിച്ചു പോകുന്നൊരവസ്ഥ എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. പിള്ളേർ ഇത്ര മാത്രമല്ല, ഒരു കുറച്ച് പേരും കൂടി കൂടുതലുണ്ട്. അടുത്തൊരു കളിസ്ഥലമൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പണ്ട് കളിച്ചിരുന്ന പോലെ അല്ലെങ്കിലും അവർ ഇത്തവണ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു വെക്കേഷൻ തന്നെയാണെന്ന് പറയാൻ. ഒരു 10-18 പേരുടെ കുട്ടിപ്പട്ടാളം തന്നെ ഉണ്ടായിരുന്നു. നന്നായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ പൊതുവേ നമ്മുടെ മഴ കാലഘട്ടം തന്നെ മഴ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അന്തരീക്ഷമാണ്. നമുക്ക് 1-ാം തീയതി പോകുമ്പോൾ നമ്മുടെ ഒരു ബാല്യം അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെയാണ് അപേക്ഷിച്ച് ഇത്തവണ ബാഗിനും ഇതിനൊക്കെ വില കൂടിയതായി തോന്നുന്നുണ്ടോ? അത് തീർച്ചയായും സാധാരണ ഓരോ വർഷം കഴിയുമ്പോഴും അതിന് അനുപാതികമായിട്ടുള്ള കൂടുതൽ തന്നെയാണ്. വർദ്ധിച്ചു തീർച്ചയായും. 1-ലധികം പേര് അല്ലെങ്കിൽ 2-ലധികം പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബാഗിന് കുറച്ച് 2000 രൂപ ചെലവ് വരും. 1000 rupees പ്ലസ് ഒക്കെയാണ് നല്ലൊരു ബാഗിന്റെ വില എന്ന് പറയുന്നത്. തീർച്ചയായും അതായത് നല്ലൊരു കുറച്ച് വലിയൊരു ബാഗ് തന്നെ. LKG UKG അല്ല പറയുന്നത്. കുറച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും 1000, 1200, 1300 ഒക്കെ ഒരു നല്ലൊരു ബാഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2-3 പേരൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഒരു സംശയമില്ല. തീർച്ചയായും. എന്നാലും നമുക്ക് ഒരു പാട്ട് പാടിയാലോ കൂട്ടുകാരെല്ലാം കൂടിയിട്ട്? 2 വരി പാടാം. എല്ലാവരും കൂടി അറിയുന്ന പാട്ട് ഏതെങ്കിലും. കൃത്യമോളെ ആരാ പാട്ട് പാടാ? ഒരു സ്കൂളിൽ ചെറിയൊരു പദ്യം ചൊല്ലിക്കേ. ഇംഗ്ലീഷ് മതി. ട്വിങ്കിൾ ട്വിങ്കിൾ സ്റ്റാർ ഏതെങ്കിലും. Twinkle, twinkle, little star, how I wonder what you are. Up above the world so bright high, like a diamond in the sky. അടിപൊളി. മോക്ക് ഓർമ്മ ഉണ്ടോ? 2 വരി ഏതെങ്കിലും? മോനെ ഓർമ്മ ഉണ്ടോ ഏതെങ്കിലും വരികൾ പാട്ട്? നിങ്ങൾക്ക് ആരെങ്കിലും പാടാണ്ടോ? നീ പഠിക്കണമല്ലേ ഇതൊക്കെ? എന്താണെങ്കിലും കുട്ടികളൊക്കെ നാളെ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം പുതിയ ബാഗ്, പുതിയ ബുക്ക്, ഒപ്പം തന്നെ പഴയ കൂട്ടുകാരെയും ടീച്ചർമാരെയൊക്കെ കാണാൻ കഴിയുന്നൊരു സന്തോഷം. എന്താണെങ്കിലും സ്കൂൾ തുറക്കുന്നത് ആഘോഷമാക്കാൻ കുട്ടിപ്പട്ടാളം ഒരുങ്ങിക്കഴിഞ്ഞു. അനുമോദ് സൂചിപ്പിച്ചതുപോലെ അത് ആ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയി കിട്ടിയിട്ട് അതിങ്ങനെ തുറക്കുമ്പോൾ ഉള്ളൊരു വാസനയുണ്ട്. ആ വാസനയുടെ ആ ഒരു സ്മരണ വരുന്നു, ആ ഓർമ്മ വരുന്നു എന്നുള്ളതാണ് ഈ സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനി അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും പുതിയ ബാഗും പുതിയ കുടയും പുതിയ ചെരുപ്പും ഒക്കെ ആയി പോവുകയാണ് സ്കൂളിലേക്ക്. 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അനുമോദാണ് കുട്ടി സംഘത്തിനൊപ്പം ചേർന്നത് മലപ്പുറത്ത് നിന്ന്. ഇടവേള. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയിൽ അൻസിബ ഇന്ന് മൊഴി നൽകും. തൃക്കാക്കര ACP ഓഫീസിലായിരിക്കും മൊഴി രേഖപ്പെടുത്താനെത്തുക. മുഖ്യമന്ത്രിക്ക് അൻസിബ നൽകിയ പരാതി നടപടിക്കായി DGPക്ക് കൈമാറിയിരുന്നു. അല്പസമയത്തിനകം അൻസിബ തൃക്കാക്കരയിലെത്തും എന്നാണ് വിവരം. കർണാടക മുഖ്യമന്ത്രിയായി ജൂൺ 3-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ DK ശിവകുമാറിനെ ഗവർണർ ക്ഷണിച്ചു. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട DK ശിവകുമാർ ഇന്നലെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. ഗവർണറെ സന്ദർശിച്ചു. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പമാണ് DK ലോക് ഭവനിൽ എത്തി ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിനെ കണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന് ഇന്ന് ജന്മദിനമാണ്. VD സതീശന് ജന്മദിനാശംസകൾ നേരുന്നു. ഇനി കേരള രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായിട്ടുള്ള തിരുത്തൽ ശക്തി, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് നിയമസഭയെ വിറപ്പിക്കുന്ന ജനനായകൻ മുഖ്യമന്ത്രി VD സതീശൻ. അങ്ങനെ ഇന്ന് 62-ാം ജന്മദിനം ആണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് ഇന്ന് UDFന്റെ അമരക്കാരനായി ശോഭിക്കുന്ന VDSന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വളർച്ച വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നതിൽ VD സതീശനോളം പോന്ന മറ്റൊരു നേതാവ് സമകാലിക കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് സംശയമാണ്. വാക്കുകളിലെ മിതത്വവും നിലപാടുകളിലെ കാർക്കശ്യവുമാണ് സതീശനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന പദവിയിലിരുന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹം പുറത്തെടുത്ത തന്ത്രങ്ങൾ അത്രമേൽ കൃത്യതയുള്ളതായിരുന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന VD സതീശൻ
കലാലയ രാഷ്ട്രീയത്തിലൂടെയാണ് ഉയർന്നു വന്നത്. നിയമബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി തിളങ്ങുമ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു സതീശന്റെ മനസ്സ്. 2001 പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് സതീശൻ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. പിന്നീട് പറവൂരിന് സതീശനല്ലാതെ മറ്റൊരു ജനപ്രതിനിധിയെ ചിന്തിക്കാൻ പോലുമായില്ല. പ്രളയകാലത്ത് പറവൂരിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ പുനർജനി പദ്ധതി സതീശൻ എന്ന ജനനായകന്റെ ഭരണാധികാര മികവിന്റെയും മാനവികതയുടെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കോൺഗ്രസിൽ കഠിനാധ്വാനവും പാർലമെന്ററി രംഗത്തെ മികവും കൊണ്ട് മാത്രമാണ് വി.ഡി. സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവിയിലേക്കും പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രി പദവിയിലേക്കും എത്തിയത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. വായനയും പുസ്തകങ്ങളെയും പ്രണയിക്കുന്ന സതീശൻ രാഷ്ട്രീയത്തിലെ സൗമ്യനായ കഠിനാധ്വാനിയാണ്. വിമർശനങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുമപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന നേതാവ് കൂടിയാണ് വി.ഡി. സതീശൻ. ന്യൂസ് 18 കൊച്ചി. IPL ഇന്ന് കലാശ പോരാട്ടമാണ്. നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 കിരീട പോരാട്ടം. അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് പള്ളിയിലാണ് ചടങ്ങുകൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ TU കുരുവിളയുടെ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക സംഘടനാ നേതാക്കൾ എന്നിവരെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൃശൂർ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയ ആളെ തെരുവുനായ കടിച്ചു. പേരാമംഗലം സ്വദേശി സുഗതനെയാണ് നായ കടിച്ചത്. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ കാലിന് പിറകിൽ കടിക്കുകയായിരുന്നു. എന്നാൽ നായ ഈ സ്റ്റേഷനിലല്ല എന്നും സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുമൊക്കെ പേരാമംഗലം പോലീസ് പറഞ്ഞുവെന്നാണ് സുഗതൻ ആരോപിക്കുന്നത്. ഞാനിന്ന് ഒരു 2:45 നേരത്തെ ഒരു കേസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പേരാനം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം ഉണ്ടായി. സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് പുറത്ത് കടന്ന വഴിക്ക് സ്റ്റേഷന്റെ തൊട്ടു മുന്നിൽ വെച്ച് തന്നെ എന്റെ വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ പിറകിൽ വന്നിട്ട് ഒരു പട്ടി എന്നെ കടിക്കുകയും എന്റെ കാലിന്റെ പിറകിലാണ് കടിയേണ്ടത്. കടി ഏറ്റ വഴിക്ക് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ പാറാവിലുണ്ടായിരുന്ന ആളുകളോട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞ പട്ടി ഇവിടെ കുറെ നാളുകളായിട്ടുള്ളതാണ്, പഞ്ചായത്തിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിടിച്ചു കൊണ്ടുപോകാൻ, ഇതുവരെ പഞ്ചായത്ത് ഒരു നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയാണ് അവരുണ്ടായത്. ഞാൻ ഉടൻ തന്നെ അമല ആശുപത്രിയിലേക്ക് പോയി. അമല ആശുപത്രിയിൽ ഞാൻ പരിചയക്കാരെ വിളിച്ചപ്പോൾ അവിടെ ഇഞ്ചക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അമലയിൽ നിന്ന് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് അവര് പരിശോധിച്ച് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. തെരുവുനായ പോലീസ് സ്റ്റേഷനിലെ അല്ല, പക്ഷേ ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു പോലീസുകാർക്ക് എന്നുള്ളതും സുഗതൻ പറയുന്ന കാര്യം അത് സരസമായി തോന്നാമെങ്കിൽ പോലും അത് ഗൗരവമുള്ളതാണ്. മൂന്നാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സ്ഥിരം സന്ദർശകനായി പടയപ്പ. സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്ന പച്ചക്കറി മാലിന്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കാട്ടുകൊമ്പന്റെ വരവ്. ഇതോടെ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പടയപ്പ എത്തുന്നത് കുറഞ്ഞു. ഏതാനും ആഴ്ചകളായി മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിലെ സ്ഥിരം സന്ദർശകനാണ് പടയപ്പ. ഓരോ ദിവസവും പച്ചക്കറി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് എത്തിക്കുമ്പോൾ പടയപ്പയും ഹാജരാകും. പച്ചക്കറികൾ അകത്താക്കി മടങ്ങും. പ്ലാന്റിലെ സ്ഥിരം സന്ദർശകനാണെങ്കിലും ജീവനക്കാർക്ക് അധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറില്ല പടയപ്പ. നിലവിൽ അപകടകാരിയല്ലെങ്കിലും ഭീതിയിലാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. வரும் ஆனால் அது வர்றது ஒரு டைம் இங்கே வந்து குறித்து சொல்ல முடியாது. 3 மணிக்கு மேலே 3 மணி ஒரு 2:15 அதுக்கு பிறகு வந்துட்டு ஆனால் நல்ல முறை நல்ல வேஸ்ட்டு வந்து இது காய்கறி வேஸ்ட்டு மட்டும்தான் கொடுப்பாங்க. அப்புறம் மற்றபடி பிளாஸ்டிக் வேஸ்ட்டு எதுவுமே அது சாப்பிடாது. நல்ல வேஸ்ட்டாக சாப்பிடாது, நல்ல காய்கறியாக விட்டால் சாப்பிடுது. அவங்க சாப்பிட்டுட்டு அவங்களா திரும்பி விடுவார். மக்கள்கிட்ட எந்த தொந்தரவும் கிடையாது. இது தோட்ட தொழிலாளருக்கு அந்த ஏரியாவுக்கும் போக கிடையாது. சாப்பிட்டு கீழே போவார், திருப்பி அந்த டயத்துக்கு கணக்கு பண்ணி வருவார். வந்துட்டு அவர் வர சாப்பிட போகும். அதுதான் கிடையாது. வேறு മറ്റപടി എന്താ പ്രശ്നം ഇല്ല. മാലിന്യ പ്ലാന്റിലെ പതിവുകാരനായതോടെ പടയപ്പയുടെ തോട്ടം മേഖലയിലെ കറക്കം കുറഞ്ഞിട്ടുണ്ട്. മേഖലയിലെ പച്ചക്കറി കൃഷി ലക്ഷ്യമാക്കിയുള്ള വരവും കുറഞ്ഞു.
ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലവും അവശിഷ്ടങ്ങളും സമീപത്തെ പാടത്ത് കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികൾക്ക് ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുകയാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ല. അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് പാടത്തേക്കാണ്. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. പട്ടാമ്പി നഗരത്തിൽ കോടികൾ ചെലവഴിച്ച മത്സ്യ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷത്തിലധികമായിട്ടും ഇപ്പോഴും മാലിന്യം തള്ളുന്നത് സമീപത്തെ പാടത്തേക്കാണ്. കാലങ്ങളായി തള്ളുന്ന മാലിന്യം പാടത്ത് കെട്ടിക്കിടക്കുന്നതാണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്നത്. കറുത്ത നിറത്തിൽ പാടത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം രൂക്ഷമായ ദുർഗന്ധത്തിനിടയാക്കുന്നു. രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമാണ് ഈ ഭാഗത്തുള്ളത്. കാലങ്ങളായിട്ട് പട്ടാമ്പിയിലെ ജനങ്ങളും BJPയും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പട്ടാമ്പി നഗരസഭ ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെയും. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ മുഴുവൻ വെള്ളത്തിലൂടെ ഒഴുകി അവിടെ താഴെയുള്ള വീടുകളുടെ കിണറുകളിലേക്കാണ് എത്തുന്നത്. അവിടെ അവരുടെ കുടിവെള്ളത്തിനെ വളരെ ഗുരുതരമായ രീതിയിൽ അത് ബാധിക്കുന്നതാണ്. ആളുകൾക്ക് സ്കിൻ ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ വരുന്നതാണ്, പകർച്ചവ്യാധികൾ വരുന്നതാണ്. മാർക്കറ്റിന് പുറകിലെ പാടത്താണ് മൃഗങ്ങളെ ഇറച്ചിക്കായി അറക്കുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങളും സമീപത്ത് തള്ളുന്നതായി പരാതി ഉയരുന്നു. മഴ പെയ്താൽ മാലിന്യമൊഴുകി സമീപത്തെ തോട്ടിലൂടെ നേരെ ചെന്ന് ഭാരതപ്പുഴയിലേക്ക് ചേരുന്നു. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പട്ടാമ്പി നഗരസഭയുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകുന്നില്ല. ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP. കൃത്യമായ ലൈസൻസ് ഫീയും ടാക്സും വാങ്ങിച്ചുകൊണ്ട് പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിലെ മലിനജലം യാതൊരുവിധ തരത്തിലുള്ള സംവിധാനവും ഇല്ലാണ്ട് റോഡ് വഴി പാടത്തേക്ക് ഒഴുക്കി വിടുകയാണ്. സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടുത്തെ ദുർഗന്ധം കാരണം ഇവിടുത്തെ പരിസരവാസികൾ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ക്രൂരമായ നഗരസഭയുടെ നടപടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. ആധുനിക മത്സ്യ മാർക്കറ്റ് എന്നറിയപ്പെടുമ്പോഴും അടിസ്ഥാന മാലിന്യ സംസ്കരണം പോലും നടപ്പാകുന്നില്ല എന്നാണ് കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത്.